ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് LP കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നെക്ലേസും അതിലേക്ക് അനുയോജ്യമായൊരു കമ്മലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്നത് ടെങ്കീസ് ഉപയോഗിച്ച് മാത്രമാണ് ചെയ്യുന്നത്, സൂചി ഉപയോഗിക്കുന്നില്ല. 0.25 mm തിക്നെസ്സിലുള്ള ടെങ്കീസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അഥവാ നൂല് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നൂലിൽ പശ തേച്ചിട്ടൊന്ന് ഉപയോഗിക്കുക. പശ തേച്ച് ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു പശ തേക്കുക. നമ്മളെടുത്ത ബീഡ്സ് ഇതാണ്. 3 ടൈപ്പ് ബീഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിങ്ക് ബീഡ്, വൈറ്റ് ബീഡ്, പിന്നെ ഗോൾഡൻ ചെറിയ ബീഡ്. ആദ്യം 4 ചെറിയ ഗോൾഡൻ ബീഡ് ഇട്ടു, പിന്നൊരു വൈറ്റ് ബീഡ് ഇട്ട് അതിനെ ക്രോസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ കുളത്തിൻ്റെ ഭാഗം വരുന്ന ആ ഒരു സൈഡാണ് ഏറ്റവും തുടക്കത്തിൽ ചെയ്യുന്നത്. 4 ബീഡ് ഇട്ടിട്ട് ക്രോസ് ചെയ്ത് ഇനി നമുക്ക് 2 പിങ്ക് ബീഡും അതിനെ ക്രോസ് ചെയ്യാനൊരു വൈറ്റ് ബീഡും. നന്നായി ശ്രദ്ധിച്ചാൽ വേഗം മനസ്സിലാക്കാൻ പറ്റുന്നൊരു രീതി തന്നെയാണ് ഇത്. ഈ കോർക്കുന്ന രീതി നന്നായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ 2 എണ്ണമായി, 2 സ്റ്റെപ്പായി. നമ്മൾ 3 ബീഡാണ് ഒരു ലെയറിൽ വരുന്നത്. അപ്പോൾ ഈ പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ വരുന്ന നൂലിൽ നോക്കുക. എൻ്റെ ഇടത് കയ്യിലുള്ള നൂല് പിങ്ക് ബീഡിലൂടെ വരുന്ന നൂലിൻ്റെ ആ ഒരു വശം നമ്മൾ കോർക്കേണ്ടത് സെയിം കളർ പിങ്ക് തന്നെയാണ്. അതായത് ഒരു നൂല് വരുന്നത്, ഒരു ടെങ്കീസ് വരുന്നത് ബീഡിൻ്റെ ഉള്ളിലൂടെയും ഒരു ടെങ്കീസ് വരുന്നത് ബീഡിൻ്റെ ഇടയിലൂടെ ആയിരിക്കും ഇങ്ങനെ കോർക്കുമ്പോൾ. അപ്പോൾ ഏത് ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് വരുന്നത് ആ സെയിം ബീഡ് തന്നെ അവിടെ കോർക്കണം. ഇടയിലൂടെ വരുന്ന ബീഡിൻ്റെ ആ സൈഡിൽ 2 കളറ് കോർക്കണം. ആദ്യം കോർത്തതല്ലാത്ത 2 കളറ് കോർക്കണം. ഇതുപോലെ കോർത്തെടുക്കുക. പിന്നെ 2 ബീഡ് ഇട്ടതിൻ്റെ ഉള്ളിലൂടെ ആണ് നമ്മൾ ക്രോസ് ചെയ്ത് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ ഇങ്ങനെ വന്നാൽ കോർക്കേണ്ടതൊന്ന് ശ്രദ്ധിക്കുക. 2 ബീഡ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, 2 വൈറ്റ് ബീഡ്. ആ ബീഡിൻ്റെ ടെങ്കീസ് വന്നിട്ടുള്ള ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് വന്നിട്ടുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെയാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഒരു വൈറ്റ് ബീഡാണ് ഇടേണ്ടത്. ബീഡിൻ്റെ ഉള്ളിലൂടെ വന്നത്, ബീഡിൻ്റെ സെൻറ്ററിലൂടെ വന്ന ഒരു ടെങ്കീസ് ഉണ്ട്, അവിടെ മറ്റേ കളറ് ഓപ്പോസിറ്റ് കളറുള്ള നമ്മൾ ഉപയോഗിച്ച ആ കളറ് 2 എണ്ണം അങ്ങനെ ഇട്ട് പോയാൽ മതി. ഇനി പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ വന്ന നൂലാണ് എൻ്റെ ഇടത് സൈഡിലുള്ളത്. അപ്പോൾ അവിടെ പിങ്ക് ബീഡ് തന്നെ ഇടണം. മറുവശത്ത് 2 വൈറ്റ് ബീഡ്, രണ്ടാമത്തെ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. ഞാൻ ഈ രീതി മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയെടുത്ത് ചെയ്യാം. ഒരു സൈഡിൽ 2 ബീഡും ഒരു സൈഡിൽ 1 ബീഡുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ടെങ്കീസ് വരുന്ന രീതി നോക്കിയാൽ മതി. ബീഡിൻ്റെ ഉള്ളിലൂടെ കടന്നു വരുന്ന ടെങ്കീസിൽ ഇടേണ്ട ബീഡ് ആ സെയിം ആ റോയിലുള്ള ആ ബീഡ് തന്നെയാണ്. പിന്നെ മറ്റേ ടെങ്കീസിൻ്റെ മറ്റേ തലയിൽ വരുന്നത് അടുത്ത ബീഡാണ്. പിങ്ക് ബീഡാണ് ഇട്ടതെങ്കിൽ വൈറ്റ് ബീഡ് 2 എണ്ണം ഇടണം. ഒരു പിങ്ക് ബീഡാണെങ്കിൽ 2 വൈറ്റ് ബീഡ് ഇടുക. ഒരു വൈറ്റ് ബീഡ് ഇട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ 2 പിങ്ക് ബീഡ് ഇടുക. ആ രീതിയിൽ ഇങ്ങനെ തുടർന്ന് പോയാൽ മതി. അവസാനം നമുക്ക് ഒരു വൈറ്റ് ബീഡ് ഇടണം. നമ്മൾ തുടങ്ങി വെച്ചത് വൈറ്റ് ബീഡിലായിരുന്നു. എന്നിട്ട് 4 ഗോൾഡൻ കളർ ബീഡും കൂടി ഇട്ടിട്ട് 2 വൈറ്റ് ബീഡ് ഇട്ടു. അതിനുശേഷം ഗോൾഡൻ ബീഡ് ഇടാൻ കെട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ കോർത്താലേ ഇത് നല്ലപോലെ കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അവസാനത്തെ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ തിരിച്ചങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ ചെയ്യാൻ. ഇതൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. 2 or 3 തവണ കെട്ടി ഒന്ന് ഈ ടൈപ്പ് നൂല് കെട്ടുമ്പോൾ ഫിഷ് വയർ കെട്ടുന്ന സമയത്ത് ഒന്നിങ്ങനെ വലിച്ചു പിടിച്ചാൽ അത് ടൈറ്റാവും. ഇത് ലാസ്റ്റ് ഭാഗം ഉരുക്കണമെന്നൊന്നുമില്ല. ചെറിയ മക്കളാകുമ്പോൾ അതൊക്കെ പ്രയാസമാണ് ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ തന്നെ ടൈറ്റായി നിന്നോളും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റും ചെയ്യാം. ഇത് ഒരു രീതി നമുക്ക് ചെയ്യാം. ഇതിന് അഡീഷണലായിട്ട് നമുക്ക്
വീണ്ടും നമുക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അടിഭാഗത്ത് മാത്രം, മുകളിൽ ചെയ്യണമെന്നില്ല, അടിഭാഗം മാത്രം ഒരു ഗോൾഡൻ ബീഡ് ഒന്ന് കോർത്ത് കൊടുക്കാം. ഇതൊരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ബീഡിൻ്റെ സൈഡിലൂടെ ഒന്ന് കോർത്തെടുക്കുക, നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെയും ഓരോ ഗോൾഡൻ ബീഡ് കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെയും ഓരോ ബീഡ് കോർത്തെടുക്കുക. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓരോ ബീഡ് ഇങ്ങനെ, ഇത് നിങ്ങൾ ഈ ഗോൾഡൻ ബീഡ് ഇനി 2 വശത്തും കോർക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, അടിഭാഗത്ത് വലിയ ബീഡും മുകളിലെ ഭാഗത്ത് ചെറിയ ബീഡുമാണ് ഉപയോഗിക്കേണ്ടത്. സെയിം സൈസുള്ള ബീഡ് ഉപയോഗിച്ചാൽ മാലയുടെ ഷേപ്പ് നഷ്ടപ്പെടും. നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ ഇന്ന് നെക്ലേസ് കിട്ടണമെങ്കിൽ താഴ്ഭാഗത്തിലുള്ള സെയിം സൈസ് ബീഡ് മുകളിൽ ഉപയോഗിക്കാൻ പാടില്ല. മുകളിലാണ് ചെറിയ ബീഡ് വേണ്ടത്. അതായത് വളഞ്ഞ് ഇങ്ങനെ കേർവായി നിൽക്കണമല്ലോ നമുക്ക്. അപ്പോൾ മുകളിൽ ചെറിയ ഗോൾഡൻ ബീഡ് ഉപയോഗിക്കുക, താഴെ അതിനും വലിയ ഗോൾഡൻ ബീഡും ഉപയോഗിക്കാം. മുകളിൽ കോർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് ചെയ്താൽ മതി. കോർക്കണം നിർബന്ധമില്ല, കോർക്കാതെയും ഈ ഒരു മോഡലും കാണാൻ ഭംഗിയുണ്ട്. അവസാനം നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. 2 3 തവണ ഒന്ന് കെട്ടിക്കൊടുക്കുക. ബാലൻസ് ഭാഗം കട്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ നെക്ലേസിൻ്റെ മോഡൽ. ഇനി ഇതിന് അനുയോജ്യമായൊരു കമ്മലും കൂടി നമുക്ക് ചെയ്തെടുക്കാം. സെയിം രീതിയിൽ തന്നെ ചെരിഞ്ഞ് വരുന്നൊരു ഡിസൈന് 3 ബീഡ് വെച്ചിട്ട് ഒരു കമ്മൽ നമുക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. ചെറിയൊരു വയർ എടുത്തിട്ടുണ്ട്, നമ്മളുടെ കമ്മലിൻ്റെ ഹുക്ക് എടുത്തിട്ടുണ്ട്. ആ കൊളുത്തിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ വലിക്കുമ്പോൾ പോരാനുള്ള ചാൻസ് ഉണ്ട്. അതിലൊരു ഗ്യാപ്പ് കാണാമല്ലോ. നമ്മൾ കമ്മലിൻ്റെ കൊളുത്തിൽ പൊതുവെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഉക്കിട്ടതിന് ശേഷം ഒരു 2 തവണ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഈ കെട്ടൊന്നും കാണൂല, ടെങ്കീസ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അത് കാണൂല. 2 പ്രാവശ്യം ഒന്ന് കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ കമ്മൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ഫിക്സ് ആയിരുന്നു. പിന്നീടുള്ള വർക്കിന് നമുക്ക് ഇത് സുഖമാണ് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ. പിന്നെ 2 സൈഡിലും 2 ഗോൾഡൻ ബീഡ് ഇടുക. അതിന് ശേഷം ഒരു വൈറ്റ് ബീഡ് ഇട്ട് അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കുക. നമ്മുടെ മാലയുടെ തുടക്കത്തിൽ നമ്മൾ ചെയ്ത ആ വർക്ക് പോലെ. പിന്നെ ഒരു വൈറ്റ് ബീഡും 2 പിങ്ക് ബീഡും ഇട്ട് മാലയ്ക്ക് ചെയ്ത പോലെ അതേ സെയിം മെത്തേഡ് തന്നെയാണ്. ഇനി നമ്മൾ ടെങ്കീസ് വന്നത് എവിടെ നിന്ന് നോക്കാം. പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് വന്നിട്ടുള്ളത്. ആ സൈഡിൽ നമ്മൾ പിങ്ക് ബീഡ് തന്നെ ഇട്ട് കൊടുത്തു. മറ്റേ വശത്ത് 2 വൈറ്റ് ബീഡും ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്തെടുത്തു. പിന്നെ വന്നിട്ടുള്ളത് നൂല് വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് നൂല് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തു. മറ്റേ സൈഡിൽ 2 പിങ്ക് ബീഡ് ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തു. ഇതുപോലെ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യാനുള്ളത്. വളരെ എളുപ്പമാണ്. നമ്മൾ കമ്മലിൻ്റെ നീളം ഇനി എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ കൂട്ടിക്കൊടുക്കുക. ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. സിമ്പിളായിട്ട് തന്നെ മേക്ക് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ ബ്രേസ്ലെറ്റ്, ഹെയർ ബോ എല്ലാം ചെയ്യാം നമുക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഇനി ഏതൊക്കെ വീഡിയോസ് ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം ഒന്നൊക്കെ പറയാം. ഓക്കെ, താങ്ക്